പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം നമ്മുടെ ജീവിതത്തിന്റെ ദിശാവബോധത്തെക്കുറിച്ചാണ്. അതെ, നല്ലതിനെ മുറുകെ പിടിക്കുക എന്നത് വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കയിലെ സഭയോട് വളരെ വ്യക്തമായി കൽപ്പിക്കുന്നുണ്ട്. സർവവും ശോധന ചെയ്ത് നല്ലതിനെ മുറുകെ പിടിക്കണമെന്ന്. ഈ വചനം കേവലം ഒരു അറിവല്ല, മറിച്ച് നമ്മുടെ ആത്മീയ യാത്രയിലെ ഒരു കാവൽ വിളക്കാണ്. ലോകം പലതരം ശബ്ദങ്ങളാൽ നിറഞ്ഞിരിക്കുമ്പോൾ ഏതാണ് ദൈവത്തിൻ്റേത്, ഏതാണ് അല്ലാത്തത് എന്ന് തിരിച്ചറിയുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. നമ്മുടെ കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ മുന്നറിയിപ്പ് നൽകുന്നത് പോലെ, ആട്ടിൻതോലിട്ട ചെന്നാക്കൾ പല വേഷത്തിലും നമ്മുടെ മുന്നിലേക്ക് വരും. അവയെ തിരിച്ചറിയണമെങ്കിൽ നന്മയുടെ വചനത്തെ നമ്മൾ ഹൃദയത്തിൽ കരുതിയിരിക്കണം. ഈ വചനം നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ദിശാസൂചികയാണ്. കാരണം നമ്മൾ കേൾക്കുന്നതും കാണുന്നതും എല്ലാം ദൈവവചനവുമായി ഒത്തുനോക്കി വിവേചിച്ചറിയേണ്ടതുണ്ട്. വിവേചനമില്ലാത്ത ഒരു വിശ്വാസം അപകടകരമായതുകൊണ്ട് കാര്യങ്ങളെ ശോധന ചെയ്യാനും ദൈവഹിതം തിരിച്ചറിയാനും എപ്പോഴും ജാഗ്രത പാലിക്കുക. നമ്മുടെ ജീവിതത്തിൽ വേഷപ്രച്ഛന്നമായി വരുന്ന തിന്മകളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 15-ാം വാക്യത്തിൽ കർത്താവ് മുന്നറിയിപ്പ് നൽകുന്നത് ആട്ടിൻതോലിട്ട ചെന്നാക്കളെ സൂക്ഷിക്കണമെന്നാണ്. പുറമെ കാണുന്ന തിളക്കത്തിൽ വഞ്ചിതരാകാതെ ആത്മീയമായ കണ്ണുകൾ തുറന്നു പിടിച്ച് ഏതാണ് ദൈവത്തിൽ നിന്നുള്ളതെന്ന് നമ്മൾ തിരിച്ചറിയണം. തിന്മ എപ്പോഴും വലിയ ആകർഷണീയതയോടെ വരും. അതുകൊണ്ട് വചനത്തിന്റെ ഉരകല്ലിൽ ഉരച്ചു നോക്കി മാത്രമേ നാം തീരുമാനങ്ങൾ എടുക്കാവൂ. ഇക്കാര്യത്തിൽ സുറിയാനി പാരമ്പര്യത്തിലെ വിശുദ്ധ ഇസഹാക്ക് പിതാവ് നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് നന്മ എല്ലായ്പ്പോഴും ഉച്ചത്തിൽ സംസാരിക്കാറില്ലെന്നും അത് വളരെ നിശബ്ദമാണെന്നുമാണ്. ബഹളമുണ്ടാക്കി വരുന്ന തിന്മയ്ക്ക് പിന്നാലെ പോകാതെ ഹൃദയത്തിന്റെ ആഴത്തിൽ ദൈവത്തിന്റെ ശാന്തമായ സ്വരം കേൾക്കാൻ ശീലിക്കണം. മൗനമാണ് നന്മയെ തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് മനസ്സിലാക്കി നമ്മുടെ ഉള്ളിലെ ആ നിശബ്ദമായ നന്മയെ മുറുകെ പിടിക്കുക. യഥാർത്ഥ നന്മ എന്താണെന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ഉം 23-ഉം വാക്യങ്ങളിൽ പൗലോസ് ശ്ലീഹ വ്യക്തമാക്കുന്നുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വാസം, സൗമ്യത, ഇന്ദ്രിയജയം എന്നിവയാണ് ആത്മാവിന്റെ ഫലങ്ങൾ. ഈ ഗുണങ്ങൾ എവിടെയുണ്ടോ അവിടെ ദൈവമുണ്ട്. ഇതിൽ ഏത് കുറവുണ്ടെങ്കിലും അത് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുമെന്ന് നാം തിരിച്ചറിയണം. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഈ ഫലങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും അല്ലാത്തവയെ ബലമായി നീക്കിക്കളയുകയും ചെയ്യുക. വിശുദ്ധ എഫ്രേം പിതാവ് തന്റെ വചനങ്ങളിലൂടെ നമ്മെ പതിപ്പിക്കുന്നത് ദൈവവചനം ഒരു വലിയ സമുദ്രം പോലെയാണെന്നും അതിലേക്ക് ആഴ്ന്നിറങ്ങി വചനം ധ്യാനിക്കുന്നവർക്ക് മാത്രമേ ജീവന്റെ മുത്തുകൾ ലഭിക്കുകയുള്ളൂ എന്നുമാണ്. വചനത്തെ ഉപരിപ്ലവമായി കാണാതെ അതിൽ ആഴത്തിൽ വസിക്കുന്നവർക്ക് മാത്രമേ നന്മയെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ബൈബിൾ അക്ഷരങ്ങളല്ല, ജീവന്റെ ഉറവാണെന്ന് വിശ്വസിച്ച് ഓരോ ദിവസവും വചനത്തിൽ ആഴ്ന്നിറങ്ങുക. നമ്മൾ നന്മയെ മുറുകെ പിടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മുറുകെ പിടിക്കുന്നത് നമ്മുടെ കർത്താവിനെയാണ്. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യത്തിൽ ക്രിസ്തു അരുളി ചെയ്യുന്നത് താൻ നല്ല ഇടയനാണെന്നും നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു എന്നുമാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും നമ്മെ നയിക്കാൻ അവിടുന്ന് കൂടെയുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അവിടുത്തെ സ്നേഹവും സത്യവും കാരുണ്യവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോൾ നമ്മൾ നന്മയിൽ സുരക്ഷിതരാണ്. നന്മയെ കണ്ടെത്തുന്നതിനേക്കാൾ വലിയ കാര്യമാണ് അത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്നത് എന്നാണ്. കാരണം നല്ലത് നിലനിർത്തുന്നത് എപ്പോഴും വലിയൊരു പരിശ്രമമാണ്. ക്ഷീണിക്കാതെ നന്മയിൽ നിലനിൽക്കുക എന്നതാണ് ഒരു ക്രിസ്ത്യാനിയുടെ വലിയ വിജയം എന്ന് മനസ്സിലാക്കുക. എത്ര വലിയ തടസ്സങ്ങൾ വന്നാലും പരിശ്രമം നിർത്താത്തവൻ ദൈവത്തിന്റെ പക്ഷത്താണെന്ന് ഉറപ്പിച്ചു പറയുക. നമ്മുടെ ജീവിതത്തിൽ ദേഷ്യം വരുമ്പോഴും നന്മയെ വിട്ടുകളയാതിരിക്കാൻ നമുക്ക് കഴിയണം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 26-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നത് ദേഷ്യപ്പെട്ടാലും പാപം ചെയ്യരുത് എന്നാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ പകക്കോ പ്രതികാരത്തിനോ മുതിരാതെ ക്ഷമയെന്ന നന്മയെ മുറുകെ പിടിക്കാൻ നമ്മൾ ശീലിക്കണം. ദേഷ്യത്തിൽ നിന്ന് ശാപവാക്കുകളിലേക്കും പാപത്തിലേക്കും പോകാതെ ദൈവത്തിന്റെ സമാധാനം കാത്തു സൂക്ഷിക്കുക. സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവനെ തകർക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല എന്നാണ്. നമ്മൾ നന്മയിൽ ഉറച്ചു നിന്നാൽ ദൈവം നമ്മുടെ സംരക്ഷകനായി കൂടിയുണ്ടാകും.
അതുകൊണ്ട് എന്തു വന്നാലും സത്യത്തിൽ നിന്ന് മാറാതെ നന്മയെ മുറുകെ പിടിച്ചു മുന്നേറുക. പിതാവായ ദൈവം നമുക്ക് വിവേചന ബുദ്ധി നൽകട്ടെ. പുത്രനായ ക്രിസ്തു നമ്മുടെ പാത തെളിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നന്മയുടെ വിത്തുകൾ പാകി അത് വളർത്തട്ടെ. കർത്താവിന്റെ കൃപ എന്നും നമ്മോട് കൂടെ ഇരിക്കട്ടെ. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ജയ് ക്രൈസ്റ്റ്.